തിയേറ്ററിലൊക്കെ പോകുന്ന സമയത്ത് ഏറ്റവും ലാസ്റ്റ് റോയിൽ റിക്ലൈനിങ് സോഫ എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് കുറച്ച് എക്സ്ട്രാ ചാർജ് കൊടുത്തിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ചെയർ അവിടെ പോയിട്ട് സ്വന്തമാക്കുന്നത്. അപ്പോൾ ഈ ഒരു ചെയർ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ എത്ര രൂപയാകും എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. അതുമാത്രമല്ല ഇതിനകത്ത് എന്തൊക്കെ ഫങ്ഷൻസ് ആണ് വരുന്നത് എന്നുള്ളതും നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ ഇരിക്കുന്നത് വാങ്ങിക്കാൻ പറ്റുന്നതിൽ ഏറ്റവും കൂടിയ സോഫ തന്നെയാണ് കേട്ടോ. അതായത് ഈ റിക്ലൈനിങ് സോഫയിൽ മോട്ടറൈസ്ഡ് ആയിട്ട് വരുന്ന മോഡൽസിനാണ് വില കൂടുതലാവുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് റിവോൾവിംഗ് ഫീച്ചറും വരുന്നുണ്ട്. റിവോൾവിംഗ് ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി തിയേറ്ററിൽ കിടക്കുന്നതിലൊക്കെ റിവോൾവിംഗ് ഫീച്ചർ കുറവായിരിക്കും. ഇത് സ്റ്റാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ റിവോൾവിംഗ് ഫീച്ചർ ഉണ്ടോ ഇല്ലയെന്ന് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ല. പക്ഷേ ഇതിനകത്ത് റിവോൾവിംഗ് ഫീച്ചറുണ്ട്. റിവോൾവിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സാധാരണ ഓഫീസ് ചെയറിലിരിക്കുന്ന പോലെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. 270 ഡിഗ്രി വരെയാണ് നമുക്കിതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കുക. ഈ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആയിട്ടാണ് ഇതിൻ്റെ കൺട്രോൾ കൊടുത്തിട്ടുള്ളത്. അതായത് മോട്ടർ കൺട്രോളാണ് കേട്ടോ. ഫോർവേഡും ബാക്ക്വേഡും നമുക്കിവിടെ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള സ്വിച്ച് ഉണ്ട്. നമ്മൾ പുഷ് ചെയ്യുന്നതിനനുസരിച്ച് ഫോർവേഡോ ബാക്ക്വേഡോ പോകും. ഇതിനകത്ത് ഒന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നോർമൽ പൊസിഷനിൽ ഈ സോഫ വച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് റോക്കിംഗ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ വരുന്നുണ്ട്. റോക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ആട്ടി വിട്ട് കഴിഞ്ഞാൽ ഞാൻ കാല് തറയിൽ കുത്തുന്നില്ല കേട്ടോ, തന്നെ ഇതിങ്ങനെ ആടുന്നതാണ്. തിയേറ്ററിലൊക്കെ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ലെതർ മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അവിടെ കാണാറുള്ളത്. കൂടുതലും ഒരുപാടധികം ആളുകൾ ഇരിക്കുന്നതും പെട്ടെന്ന് ക്ലീൻ ചെയ്യാനും ഒക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ വെച്ചിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഫാബ്രിക് തന്നെയാണ്, വെൽവെറ്റ് ആണ് ഇതിൻ്റെ പുറത്തായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇരിക്കുന്ന സമയത്ത് വളരെ കംഫർട്ടബിൾ ആണ് കേട്ടോ. ബാക്ക് റെസ്റ്റ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലഷി ആയിട്ട് ഓരോന്ന് ബ്ലോക്കായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയിൽ ഒരുപാടധികം എയർ പോക്കറ്റ്സും എയർ ചാനലും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്വെറ്റ് എന്ന് പറയുന്ന പ്രശ്നമേ ഇതിനകത്ത് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു ഹാൻഡ് റെസ്റ്റ് വയ്ക്കുന്നിടത്തും നല്ല സുഖമാണ് കേട്ടോ. വളരെ പ്ലഷി ആയിട്ട് തന്നെയാണ് വെച്ചിട്ടുള്ളത്. നമ്മൾ ഈ ഇരിക്കുന്ന ഭാഗത്ത് ഇതിൻ്റെ അടിയിലായിട്ട് ഇവരുടെ ഈ സ്ലീപ്പ് കമ്പനിയുടെ തന്നെ ഒരു സ്മാർട്ട് ഗ്രിഡ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി യൂസ് ചെയ്തിട്ടുണ്ട്. അതിനകത്തും ഈ എയർ പോക്കറ്റ്സിൻ്റെ സംഭവങ്ങളുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഒരു സെറ്റിങ്ങോ അല്ലെങ്കിൽ അൺകംഫർട്ടബിളായിട്ട് തോന്നാനുള്ള ഒരു സാഹചര്യങ്ങളും ഇതിനകത്ത് ഇല്ല എന്നുള്ളതാണ്. ഇനി മോട്ടറിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെയാണ് നമ്മുടെ ഇതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഫോർവേഡ് ബാക്ക്വേഡ്. അപ്പോൾ ഞാനിവിടെ ഇരുന്നിട്ട് ഫോർവേഡ് ചെയ്യാം. ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാലിൻ്റെ ഭാഗത്ത് നോക്കിക്കോ, നമുക്ക് ആ ഒരു തൈ സപ്പോർട്ട്, ലെഗ് സപ്പോർട്ട് എന്ന് തന്നെ പറയണം, തൈ സപ്പോർട്ടല്ല, ഈ ലെഗ് സപ്പോർട്ട് പൊങ്ങി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ബാക്ക് റെസ്റ്റ് ബാക്കിലേക്ക് പോവുകയും ചെയ്യും. യെസ്, ഇതാണ് ഇതിൻ്റെ ഒരു മാക്സിമം കേട്ടോ. ബാക്ക് സപ്പോർട്ട് ബാക്കിലേക്ക് പോയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് നമ്മൾ എഗെയിൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പൊങ്ങി വരാൻ പറ്റും. ഏകദേശം 150 ഡിഗ്രി വരെയാണ് ഈ ഒരു റിക്ലൈനിങ് സംഭവിക്കുന്നത് കേട്ടോ. അങ്ങ് ഫ്ലാറ്റ് ഔട്ടായിട്ട് 180 പോവില്ല, ഒരു 30 ഡിഗ്രി ചരിവിൽ ശകലം പൊക്കത്തിലായിരിക്കും. അതൊരു പെർഫെക്റ്റ് നമുക്ക് കിടക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പെർഫെക്റ്റ് ഷേപ്പിലായിരിക്കും കിടക്കുന്നത്. ഇനി ഈ ഒരു റിക്ലൈനർ സോഫയുടെ വിലയെന്ന് വെച്ച് കഴിഞ്ഞാൽ 36,000 രൂപയാണ് കേട്ടോ. ഇതിനകത്ത് 2-3 അധികം മോഡൽസ് ഉണ്ട്. റിവോൾവിങ്, നോൺ റിവോൾവിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ നോൺ റിവോൾവിങ് എടുക്കുന്നതിനനുസരിച്ച് വില വ്യത്യാസം വരാം. പിന്നെ നിങ്ങൾക്ക് ഇതിന് മൾട്ടിപ്പിൾ യൂണിറ്റ്സ് ഉണ്ട്. അതായത് 2+1, 2 അങ്ങനെയൊക്കെ ഓപ്ഷൻ ഉണ്ട്. 2+1 ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് ഏകദേശം 99,000 രൂപ വരെ ഇതിൻ്റെ വില പോകും. അതായത് ഇതുപോലത്തെ 2 എണ്ണം ഒരുമിച്ചിരിക്കുന്നതും സെപ്പറേറ്റ് ആയിട്ട് ഒരെണ്ണവും അങ്ങനെയാണ് 3 എണ്ണം വരുന്നത്. അതിന് 99,000 രൂപ വരെ വിലയുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ വില വിവരങ്ങളെന്ന് പറയുന്നത്. കംഫർട്ട് പക്ഷേ പറഞ്ഞ് അറിയിക്കാൻ പറ്റുന്നതിലും അധികമാണ്. കാര്യം വൺസ് നിങ്ങളിതിനകത്ത് ഇരുന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്കും ഇത് വാങ്ങിക്കണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ടാവും എന്നുള്ളതാണ്. വീട്ടിലൊക്കെ നമുക്ക് സിനിമ കാണുന്ന സമയത്താണെങ്കിലും ഇതൊരു പേഴ്സണൽ ചെയറായിട്ട് യൂസ് ചെയ്യാനാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം കേട്ടോ. പിന്നെ ഈ ചെയറിനെ പറ്റിയിട്ടുള്ള ക്വാളിറ്റി ഇഷ്യൂസ് പറയാൻ വേണ്ടിയിട്ട് ഒന്നും തന്നെ ഇല്ല കേട്ടോ. ഒന്നുമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. ഈവൻ എനിക്ക് ആദ്യം ഒരു പ്രശ്നമായിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു വയർ കണക്ടിവിറ്റി ഫീച്ചറുണ്ട്. വയർ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും സോക്കറ്റിൻ്റെ അടുത്തായിരിക്കണം എന്നുള്ളൊരു പ്രശ്നമുണ്ട്. സോക്കറ്റ് അല്ലെങ്കിൽ നമ്മൾ എക്സ്റ്റൻഷനോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട്, മോട്ടർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഇലക്ട്രിക് കണക്ടിവിറ്റി എപ്പോഴും ആവശ്യമാണ്. ഇതിനകത്ത് രണ്ടാമത്തെ തന്നെ സംശയം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ആ ഒരു പ്ലഗ് ഉണ്ടല്ലോ, ആ പ്ലഗിന് എന്തെങ്കിലും കേടുപാട് വന്നു കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ മാറണോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ടായിരുന്നു. പിന്നെയാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ ഒരു പ്ലഗിൽ നിന്ന്, അതായത് മെയിൻ 3 പിൻ പ്ലഗിൽ നിന്ന് വരുന്നത് വേറൊരു കണക്ടർ ഉപയോഗിച്ചാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇൻ കേസ് ആ ഒരു 3 പിൻ പ്ലഗിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്കതിനെ റീപ്ലേസ് ചെയ്ത് ആ ഒരു പീസ് മാത്രമായിട്ട് മാറാനും പറ്റും. ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വെൽക്രോ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് അടച്ച് വെച്ചേക്കുന്നത്. അത് നമുക്ക് ഈസിലി ഊരിയിട്ട് അടച്ച് വയ്ക്കാനും വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെയർ വാങ്ങിക്കണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചെയറിൻ്റെ പ്രൊമോഷനോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. സ്ലീപ്പ് കമ്പനിയുമായിട്ട് എനിക്കൊരു പരിപാടിയില്ല. പക്ഷേ
ഞാൻ ഇത് എടുക്കാൻ കാര്യം ഇത് ഞാൻ ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് സെൻറ്ററിൽ പോയ സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു, അങ്ങനെ എടുത്തതാണ്. നിങ്ങൾക്ക് മറ്റ് ബ്രാൻഡുകളോ അല്ലെങ്കിൽ ഈ ഒരു ബ്രാൻഡോ ഏത് വേണമെങ്കിലും ഈ ഒരു റിക്ലൈനർ സോഫ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി ഒന്ന് ഇരുന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം കേട്ടോ. എക്സ്പീരിയൻസ് സെൻറ്റർ നിങ്ങളുടെ സിറ്റിയിലൊക്കെ ഉണ്ടാവാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അവിടെ പോയിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുക്കണം. സൂപ്പർ സാധനമാണ് കേട്ടോ. വില ശകലം ഓഫ് സൈഡ് തന്നെയാണ്, പക്ഷേ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ കൊണ്ട് സാധിക്കുമെങ്കിൽ ഇതൊന്ന് നോക്കുക, സംഭവം അടിപൊളിയാണ്.